ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു. ഈ കിച്ചുവിനെ അവൾക്ക് വലിയ താല്പര്യമില്ലാത്തയാ. കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തോന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക്. പിന്നെ ഒരു ദിവസം സുധി മരിക്കുന്നതിൻ്റെ ആ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു വഴക്ക്. എല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നല്ല, അതെ, അതിന് കാര്യങ്ങളെല്ലാം അറിയാം. ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനറിയാം. അതുകൊണ്ട് അത് മിണ്ടാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത്. പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു, അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ സുധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു. വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക, എല്ലാവരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല, അഥവാ വെച്ചാൽ പുള്ളിക്കാരനാണ് വെക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ കേട്ട വോയിസ് എന്ന് പറയുന്നത് രേണു സുധി അടുത്തറിയാവുന്ന ഒരു സ്ത്രീ, അവർ രേണു സുധി അതുപോലെ തന്നെ കിച്ചുവും തമ്മിലുള്ള പ്രശ്നം, സുധിയായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തെക്കുറിച്ചെന്നൊക്കെ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, രേണുവിനുണ്ടെങ്കിൽ കിച്ചുവിന് ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു, അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു രേണുവിനെ പറ്റി കിച്ചുവിന് അറിയാവുന്നതാണ്, പിന്നെ പറയാതിരിക്കുവാണ്, അങ്ങനത്തെ ഉള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ ഒരു വോയിസ് ക്ലിപ്പ് പോലെ ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് കറങ്ങി നടക്കുന്നത്. എനിക്ക് കണ്ടിട്ട് തോന്നി ഏതോ ഒരു അസൂയുള്ള ആരോ എന്തോ വിളിച്ച് പറയുന്ന കണക്കാണ് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംസാരം കേട്ടിട്ട് ഭയങ്കര അസൂയുള്ള കണക്കാണ് തോന്നുന്നത്. എന്തോ രേണു അങ്ങോട്ട് നന്നായൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഇഷ്ടപ്പെടാത്ത ഒരാൾ സംസാരിക്കുമല്ലോ, അതേ കണക്കാണ് സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ആ ഒരു സംസാരത്തിൽ തന്നെ ഉണ്ട് അങ്ങനെയാണ്, രേണു ഉണ്ടെങ്കിൽ സുധിയെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നു, അതുപോലെ തന്നെ കിച്ചുവിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കണ്ട രീതിയിൽ എന്തോ പറയുന്ന കണക്കാണ് സംസാരമൊക്കെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേയധികം പേര് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ രേണു ഇപ്പോൾ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് കുറേയധികം പേര് ആ ഒരു ഹേറ്റ് കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. ചിലവർ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കറക്റ്റായിട്ട് എന്താണ് സംഭവം എന്ന് ചിന്തിച്ചിട്ട് ഇത് റൈറ്റ് അല്ല എന്ന് ചിന്തിക്കുന്നവരാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവരിങ്ങനെ പറയുന്നത് എന്തോ കുശുമ്പ് കാര്യങ്ങളൊക്കെ കൊണ്ട് പറയുന്നതാണ്, ഇവർ പറയുന്നതൊന്നും സത്യമല്ല. ഇതൊക്കെ വിശ്വസിച്ച് കുറേയധികം പേര് കമൻസും കാര്യങ്ങളിലും രേണുവിനെ തെറി വിളിക്കുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് രേണുവിനെതിരെയൊക്കെ കമൻറ്റ് ഇടാതിരിക്കുക. സോ അവർ ചില കാര്യങ്ങളെ ചെയ്യുന്ന ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുക. ആരെങ്കിലും രേണുവിനെ നെഗറ്റീവായിട്ട് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക.